ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് കിച്ചണിലെ ഒരു കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ ബിസ്മില്ലാ കുക്ക് വിത്ത് ലവ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റീലിൻ്റെ ചായയരിപ്പി ഉണ്ടാവില്ലേ, അത് ഒരുപാട് ദിവസം ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ കറുത്ത ഒരു ഭംഗിയില്ലാണ്ടായിത്തീരുമല്ലേ. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പ് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 to 4 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉപ്പും വിനീഗറും ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മൂന്നാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പ്രില്ലിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ടീ സ്ട്രെയിനർ ഒന്ന് മുക്കി വെക്കുകയാണ് വേണ്ടത്. ഈ ടീ സ്ട്രെയിനർ ഈ വെള്ളത്തിൽ മുഴുവനായിട്ടും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ നിങ്ങൾ അതുപോലെയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മുക്കിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പ്രില്ലിൻ്റെ ലൈം ഫൈറ്ററാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു യൂസ്ഡ് ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് മുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ടീ സ്ട്രെയിനറുടെ അകവും പുറവും എല്ലാം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. നമ്മളിത് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലുള്ള സ്ട്രെയിനെല്ലാം തന്നെ ഇളകിപ്പോരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ടൂത്ത് ബ്രഷിൽ കുറച്ചധികം തന്നെ ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വൃത്തിയായി കിട്ടും. ഇതുപോലെ തന്നെ അകവും പുറവും എല്ലാം ഉരച്ചു കൊടുക്കാം. ഇങ്ങനെ ഉരച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ആ വെള്ളത്തിൽ ഒരു 5 മിനിറ്റോളം മുക്കി മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ 5 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇതിലേകദേശം സ്ട്രെയിനെല്ലാം റിമൂവായി പോയിട്ടുണ്ടാവും. ബാക്കി നിൽക്കുന്ന കുറച്ച് സ്ട്രെയിന് നമ്മളുടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് ലിക്വിഡ് മുക്കിയതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഉരച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഉരച്ചാൽ മാത്രമേ അത് വൃത്തിയാവുകയുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ടീ സ്ട്രെയിനറെല്ലാം കളയുന്നതിന് പകരം ഈ രീതിക്കൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ കഴുകിയതിന് ശേഷം ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടോ, സൂപ്പറായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും സ്റ്റീലിൻ്റെ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ നോക്കുക. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. എങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.